ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എന്റെ കൊളീഗിന്റെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് പോവാണ് കേട്ടോ. അപ്പോ ഒരുപാട് ആർഭാടത്തിനുള്ള സമയമൊന്നുമില്ല, ജസ്റ്റ് ഒരു ബേസിക് ഒരുക്കം അത്രേ ഉള്ളൂ. ലിപ് ബാം ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു, മുടി ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു, കണ്ണൊക്കെ ഒന്ന് എഴുതി, പിന്നെ ബോ ഷേപ്പിലുള്ള ഈ ആന്റി ടാർണിഷ് ഇയറിംഗ്സും കൂടി ഇടുന്നുണ്ട്. ഇന്നത്തെ പോക്കിന് ലേശം ത്രില്ല് കൂടുതലാ, വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് പോണത്. ഇത് കണ്ടിട്ട് കുറച്ചു പേർക്കെങ്കിലും ഒരു കൗതുകം തോന്നിയാലോ, അവളുടെ കമ്പനി വിളിച്ച് അവളുടെ പണി അങ്ങോട്ട് കളഞ്ഞേക്കാന്ന്. അപ്പൊ അതിന് ഒരു ക്ലാരിറ്റി തരാം. ഞാൻ ഓൾറെഡി ടീമിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് ഓഫ് എനി എമർജൻസി നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടാണ് കയ്യിൽ നമ്മൾ ലാപ്പ് കരുതുന്നത്. അങ്ങനെ ഞാൻ റെഡി. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടേ. കച്ചേരിപ്പടിയിലെ ക്രോഫ്റ്റ് വെച്ചായിരുന്നു കേട്ടോ പരിപാടി. നല്ല കുട്ടി ക്യൂട്ട് എസ്തെറ്റിക് പരിപാടിയായിരുന്നേ. അപ്പൊ നമ്മുടെ കൊളീഗ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ കറങ്ങി നടക്കണം, നിങ്ങൾ കണ്ടോ? ഇതാണ് അവിടുത്തെ സ്റ്റാർ ഓഫ് ദ ഡേ, കീപ്പു. ഇതിന്റെ ബർത്ത്ഡേക്ക് അല്ല കേട്ടോ നമ്മൾ വന്നത്. ബർത്ത്ഡേ ഗേളുടെ പേര് ഈഡിത്ത് എന്നാണ്, പീക്കു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ബേബിയുടെ ഡ്രസ്സ് മാറാൻ കൊണ്ടുപോയ സമയത്ത് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ അവിടെ കളിച്ചിട്ടുണ്ട്. ഇതാ നിൽക്കുന്നു ഗെയിമിലെ വിന്നർ, ഒരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. വഴിയെ കാണിച്ചു തരാം. ഇതാ നിൽക്കുന്നു ബേബിയുടെ അച്ഛൻ. അങ്ങനെ വേഷമൊക്കെ മാറി വന്നപ്പോ തന്നെ ബേബി നല്ല ഹാപ്പി മൂഡ്. താണ്ട് നിൽക്കുന്നു നമ്മുടെ വിന്നർ ഓഫ് ദ ഡേ, ഡയറി മിൽക്ക് ആയിരുന്നു കേട്ടോ സമ്മാനം. അതിന്റെ ഇടയിലെ ക്യൂട്ടസ്റ്റ് പാട്ടായിരുന്നു കേട്ടോ ഇത്. ഈ ഗെയിംസ് ഒക്കെ നടക്കുമ്പോൾ ഒരു ശല്യം ഉണ്ടാക്കാതെ ടേബിളിൽ കയറി ഇരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ കീപ്പു. അങ്ങനെ നമ്മുടെ പ്രധാന കൗതുകത്തിലേക്ക് നമുക്ക് കിടക്കാം. ദാ നോക്കൂ ഗൈസ്, വർണ്ണശബളമായി ഒരുപാട് ഫുഡ്, 2 കൂട്ടം സ്റ്റാർട്ടേഴ്സും, പിന്നെ അപ്പവും പൊറോട്ടയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈയും പപ്പടവും സാലഡും, പിന്നെ ഡെസേർട്ട് ആയിട്ട് ബ്രൗണിയും പുഡിങ്ങും. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ആ മെയിൻ കോഴ്സ് പ്ലേറ്റുകളുടെ ഇടയിൽ ഒരു ഡെസേർട്ട് പ്ലേറ്റ് ഇരിക്കണ കണ്ട. ഇനി എങ്ങാനും ഡെസേർട്ട് തീർന്നു പോയാലൊന്നുള്ള ടെൻഷനിൽ ആദ്യമേ സ്റ്റോക്ക് ചെയ്തതാണ്. അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമിന്റെ ഇടയിൽ പണിയെല്ലാം കളഞ്ഞ് ഇവിടെ വന്നിരിക്കണമെങ്കിൽ അന്ന തന്നെ ആയിരിക്കുമല്ലോ ഉന്നം. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.